ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൻസ വ്ലോഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് ഗീസ്. അപ്പം ചെറിയൊരു മോർണിംഗിലെ ഒരു ഡ്യൂട്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇനി എന്താ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. ബ്രഷിങ് പരിപാടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ക്യാൻ ഫയർ ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്നലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളുടെ മാമന്മാരാണ് കേട്ടോ രണ്ടുപേരും. അപ്പം ആ ഒരു മാമൻ്റെ ചേച്ചിയുടെ മോനാണിത്, ആദവ്. ഞങ്ങൾ ആദു എന്നാണ് വിളിക്കാറുള്ളത്. ഞാൻ എന്താ സൈഡിൽ വഴിയുണ്ട്, അപ്പോൾ ആ വഴി കൂടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമാണ്, നല്ല എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്നൊക്കെ പോകുമായിരുന്നു. കുറച്ചൊക്കെ അങ്ങോട്ട് പോയി, പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ. അവനങ്ങോട്ട് ഓടി വരികയാണ്. അവന് ക്യാമറ ആയിരുന്നു ഒട്ടും ഇഷ്ടമില്ല. അവൻ കുറച്ചിങ്ങനെ നടന്നു. ഇന്നലെ അവന് ഓടിയൊന്നും വന്നില്ല കേട്ടോ, തിരിച്ച് ഓടി അങ്ങ് പോയി. എന്താണെന്നറിയില്ല കേട്ടോ. പിള്ളേർ കളിക്കുകയായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. എന്ത് രസമാണ് പറയും, പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഞാനെല്ലാം നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പേര് അറിയാൻ ഒരു കമൻറ്റിയാണ് ഗീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ടേജ് തന്നെയാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചെടിയും പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവന് ക്യാമറ ഒന്നും ഒട്ടും ഇഷ്ടമില്ല, അവനെ ഓടിയായിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു പൂവുണ്ട്, ഇതിൻ്റെ പേര് അറിയില്ല. നല്ല രസമുള്ളൊരു പൂക്കളാണ്. ഇവരാണ് ആദവ്. അപ്പോൾ ഇത് കണ്ട് ഇവിടെ ഞങ്ങളുടെ മാമൻ്റെ ഒരു പോലീസ് വണ്ടി കിടപ്പുണ്ട്. നല്ല വലിയൊരു പോലീസ് വണ്ടി, ജീപ്പാണ്. കയറി കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കാൻ കിട്ടും. അതുകൊണ്ട് അതിനകത്ത് കയറാറൊന്നുമില്ല, ഇഷ്ടമില്ല വണ്ടി കയറാൻ. പിന്നെ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവനോട് കയറാൻ പറഞ്ഞു. അവൻ കുറച്ചൊക്കെ കയറി. അവൻ്റെ മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ കയറി. അപ്പോൾ അവൻ്റെ വണ്ടി പിടിക്കാൻ പറഞ്ഞു. അവൻ ഇന്നലെ കണ്ട് വാങ്ങിച്ചൊരു വണ്ടിയാണിത്. അപ്പോൾ അതൊക്കെ പിടിച്ചു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ നിൽക്കണം. ക്യാമറയും വണ്ടിയും ഒക്കെ ആയിട്ട് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ വണ്ടി സൈഡിൽ വെച്ചിട്ട് ഞാൻ മര്യാദയ്ക്ക് അങ്ങോട്ട് കയറി ഇവിടെ എത്തിയിട്ട് ഗീസ്. ഇവിടെ ആകെ കൂടെ അലമ്പായിട്ട് കിടക്കുകയാണെന്ന് കുഴപ്പമൊന്നുമില്ല ഗീസ്. നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നല്ല വെയിലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു മല കാണാം, പക്ഷേ അതില്ല കേട്ടോ ഗീസ്. എൻ്റെ വെളിയിലേക്ക് ഇറങ്ങി എന്ത് രസമാണെന്ന് അറിയുക കാണാനായിട്ട്. അതായത് റൂട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ എന്ത് രസമാണ്, വലിയ വലിയ മലകളായിട്ട് നല്ല രസമുള്ള കാണാനായിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇത്. മൂന്നാർ കഴിഞ്ഞുള്ള സ്ഥലമാണ് ഈ മറയൂർ എന്ന് പറയുമ്പോൾ. നിങ്ങൾ ഉറപ്പായിട്ടും മൂന്നാർ വരികയാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഒന്ന് കയറിയിട്ട് പോകണം. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഞങ്ങളെ വണ്ടി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്, കാലൊക്കെ കയറ്റി വെച്ച് നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അവൻ താഴേക്ക് ഇറങ്ങുവാണോ കയറുവാണോ എന്നറിയത്തില്ല ഗീസ്, രണ്ടും ചെയ്യുന്നുണ്ട് അവൻ. അപ്പോൾ അവൻ്റെ വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഞാനൊരു ചുമ്മാ കാലൊക്കെ നീട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗീസ്. നല്ല സുഖം, നല്ല വെയിലൊക്കെയായിട്ട് നല്ല രസമുണ്ട്. വലിയ തണുപ്പ് എന്ന് വെച്ചാൽ അങ്ങനെയില്ല, എന്നാൽ എണ്ണീറ്റപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു. രാവിലെ എണ്ണീറ്റപ്പോൾ ചെറിയൊരു തണുപ്പ്. അപ്പോഴുണ്ടോ ഈ ഒരു പൂവേണ്ടത്, എന്ത് പൂവാന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. നല്ല കളർ ഗീസിനെ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല കളറുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി തിരിച്ച് നാളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഈ ക്യാൻ ഫയറിൻ്റെ തീയാണ് ഗീസി വരുന്നത്. കുറച്ച് പുകയുണ്ട്, കാരണം ആ വലിയ തടി കഷ്ണം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു കുട്ടിയാണ്, ആ ഒരു ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയാണ് ഇട്ടത്. അപ്പോൾ ചേട്ടനൊക്കെ എണീറ്റ് പോലുമില്ല ഗീസ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.